ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ചക്കക്കുരു തോരനുമായിട്ടാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ. ഇപ്പോൾ നമുക്ക് ചക്കക്കുരു ഇഷ്ടം പോലെയുണ്ട്. പുതിയ രുചിയിൽ ചക്കക്കുരു തോരൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തോരനുണ്ടാക്കാൻ വേണ്ടി ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം ആദ്യം നമുക്ക് കളഞ്ഞ് തൊലി മാത്രം കളയുക. ഇതിൻ്റെ വൈറ്റ് കളർ തൊലി മാത്രം കളഞ്ഞ് വെള്ളത്തിനകത്തിടണേ. അങ്ങനെ ഞാൻ ആ വൈറ്റ് തൊലി മാത്രം കളഞ്ഞ് ചക്കക്കുരു എല്ലാം വെള്ളത്തിനകത്തോട്ട് ഇടട്ടെ. അപ്പോൾ ഇതാ നല്ല കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിനകത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട്, അരി ഒന്നും വേണ്ട, മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചക്കക്കുരു വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ കത്തിച്ച് ഒരു 5 വിസിൽ വരെ കേൾക്കുന്നിടം വരെ നമുക്ക് ചക്കക്കുരു ഇട്ട് വേവിക്കാം. അപ്പോൾ ചക്കക്കുരു ഇരുന്ന് വേകട്ടെ. അപ്പം നമുക്ക് ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരുവിൻ്റെ അരപ്പിനുള്ളത് തേങ്ങ, ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 7-8 വെളുത്തുള്ളി അല്ലി, 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1/2 സ്പൂൺ പെരിഞ്ചീരകം. ഇത്രയും ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ. ഇതാ ഞാൻ തോരനുള്ളതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 സവാളയാണ്. സവാള ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ സവാളയെ അതുപോലെ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൻ്റെ ഒരു 5 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവി പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു കൂടെ ഞാൻ കുത്തരിയില്ലേ, നമ്മുടെ കുത്തരി ഇട്ട് കൊടുക്കുവാണേ. അത് ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കണേ. പൊടിയായി അരിഞ്ഞു വെച്ച സവാള നന്നായി വഴറ്റിയെടുക്കുക. നമ്മുടെ തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്. സവാള നന്നായി വഴറ്റിയെടുക്കാം. ആവിയെല്ലാം, നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഇടികല്ല് ഉണ്ടോ, ഈ ഇടികല്ല് വെച്ച് ഞാൻ ഈ ചക്കക്കുരു എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഈ ചക്കക്കുരു എല്ലാം ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇടികല്ല് വെച്ചാണേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നമ്മുടെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ, അതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ഉടച്ചു കൊടുത്ത ചക്കക്കുരു എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് തവി വെച്ച് നല്ലപോലെ ഇങ്ങനെ കുത്തി ഇളക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. കൂടെ ഈ സമയത്ത് നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. കുക്കർ കഴുകി ആ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അതുപോലെ ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി തോരനാണ് കേട്ടോ. ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണേ. ആ മസാലയും ചക്കക്കുരു എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് അടപ്പിട്ടൊന്ന് അടച്ചു വെച്ചേക്കാം. ഇച്ചിരി നേരം ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. തോരൻ റെഡി ആയിട്ടുണ്ട്. 3-4 മിനിറ്റായി. നമുക്ക് തുറക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം കേട്ടോ. അതുപോലെ
ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ദാ തോരൻ അങ്ങനെ റെഡിയായി, നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനൊരു തോരൻ ആരും കഴിച്ചു കാണത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ബൈ. താങ്ക് യു.